Hello students, in this video we will be discussing about what is bond immunization and what is the concept of bond duration. In order to study the bond immunization strategies, it is obvious that we should know what is meant by bond immunization, and bond immunization is based upon the concept of bond duration. So we will be covering these two concepts in this video. Coming over to bond immunization, it is an investment strategy used to minimize the interest rate risk of bond investment by adjusting the portfolio duration to match the investor's investment time horizon. നമുക്കറിയാം ബോണ്ട് പ്രൈസസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് പ്രൈസ് കുറയുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോണ്ട് പ്രൈസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻ ഓൾവേസ് ഓഫേഴ്സ് എ റിസ്ക് ടുവേർഡ്സ് ബോണ്ട്സ്. അപ്പോൾ ഈ ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ഈ റിസ്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വൊളാറ്റിലിറ്റി കൊണ്ട് വരുന്ന റിസ്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മെഷറാണ്, ഒരു സ്ട്രാറ്റജിയാണ് ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് റിസ്ക് ഇൻ ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ദ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ ടു മാച്ച് ദ ഇൻവെസ്റ്റേഴ്സ് ടൈം ഹൊറൈസൺ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് എപ്പോഴാണ് ആ ഇൻവെസ്റ്റർക്ക് ആ കാശ് തിരിച്ചു വേണ്ടത്? ഡ്യൂറേഷൻ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ലേറ്റർ വീഡിയോയിൽ ലേറ്റർ പാർട്ടിൽ വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ. പക്ഷേ ഡ്യൂറേഷൻ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻവെസ്റ്റിംഗ് സം മണി. ഇപ്പോൾ 10,000 രൂപയാണ് ഞാൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലാണ് എനിക്ക് ആ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ എൻ്റെ 10,000 എനിക്ക് കിട്ടുക? അപ്പോൾ ബോണ്ട് ചിലപ്പോൾ 5 വർഷത്തേക്കുള്ള ബോണ്ടായിരിക്കും, ചിലപ്പം 4 വർഷമോ 3.5 വർഷമോ കഴിയുമ്പോഴേക്കും ഞാൻ ചിലവാക്കിയ കാശ് എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ആ ബോണ്ടിൻ്റെ മുകളിൽ എനിക്ക് വന്നിട്ടുള്ള ചിലവ് എപ്പോഴാണോ എനിക്ക് തിരിച്ച് കിട്ടുന്നത്, ആ പീരീഡിനെയാണ് നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറേഷനകത്ത് വീണ്ടും മെക്കുലേറ്റ് ഡ്യൂറേഷൻ, മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഇമ്മ്യൂണൈസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് ഡ്യൂറേഷൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെയാണ് ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. Immunization locks in a fixed rate of return during the amount of time an investor plans to keep the bond without cashing it in. ഒരു ഇൻവെസ്റ്റർ ആ ബോണ്ട് എൻകാഷ് ചെയ്യാതെ എത്ര കാലം വയ്ക്കുന്നോ അതിനുള്ളിൽ, ആ പീരീഡിനുള്ളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ എൻഷുർ ചെയ്യുന്നതാണ് ഈ ഇമ്മ്യൂണൈസേഷൻ. ലോക്ക് ചെയ്യുക, ആ ഫിക്സഡ് റേറ്റ് എന്തായാലും കിട്ടും. അതിനെയാണ് ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Immunization is considered a quasi-active risk mitigation strategy since it has the characteristics of both active and passive strategies. രണ്ടുമുണ്ട്, ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റും പാസീവ് ഇൻവോൾവ്മെൻറ്റേയും കൂടെ ഇടയിലുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സ് നടക്കുക. ദ ബോണ്ട് ഈസ് മെയ്ഡ് ഇമ്മ്യൂൺ ടു ഫ്ലക്ച്വേറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതാണ് ചെയ്യുന്നത്, ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. മനുഷ്യന് സൂക്കേടുകൾക്കെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ബോണ്ടിനെ ഇമ്മ്യൂണാക്കി മാറ്റുക ടുവേർഡ്സ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. അതാണ് നമ്മളതിൽ ചെയ്യുക. ടു ഇമ്മ്യൂണൈസ് എ ബോണ്ട് പോർട്ട്ഫോളിയോ you need to know the duration of the bond in the portfolio and adjust the portfolio so that the portfolio's duration equals the investment time horizon. നമുക്ക് എത്ര നാളാണോ ഇത് എൻകാഷ് ചെയ്യാതെ വെക്കാൻ സാധിക്കുക, അതായത് എൻ്റെ ഫ്യൂച്ചറിലുള്ള ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഞാൻ ചിലപ്പോൾ ബോണ്ട് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫ്യൂച്ചർ ആവശ്യം അറൈസ് ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണ്. ആ 5 വർഷത്തേക്ക് ഇതിൻ്റെ ഡ്യൂറേഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഈ ഇമ്മ്യൂണൈസേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഡ്യൂറേഷൻ മെഷേഴ്സ് എ ബോണ്ട്സ് മാർക്കറ്റ് റിസ്ക് ആൻഡ് പ്രൈസ് വൊളാറ്റിലിറ്റി ഇൻ റെസ്പോൺസ് ടു എ ഗിവൻ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഡ്യൂറേഷൻ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് എ ബോണ്ട്സ് മാർക്കറ്റ് റിസ്ക്, ഒരു ബോണ്ടിൻ്റെ മാർക്കറ്റ് റിസ്ക്, ആൻഡ് പ്രൈസ് വൊളാറ്റിലിറ്റി ഇൻ റെസ്പോൺസ് ടു എ ഗിവൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഡ്യൂറേഷൻ ഇസ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ബോണ്ട്സ് ക്യാഷ് ഫ്ലോ ഓവർ ഇറ്റ്സ് ലൈഫ്. വെയ്റ്റഡ് ആവറേജ് ആണ്, പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. The weights are the present value of each interest payment
ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ബോണ്ട്സ് ഫുൾ പ്രൈസ്. അങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ. ഓരോ ഇൻഫ്ലോസ് നമുക്ക് ഇപ്പോൾ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ വർഷവും നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യും. ആ ഓരോ ക്യാഷ് ഫ്ലോസിനെയും അവസാനം കിട്ടുന്ന മെച്യൂരിറ്റി പ്രിൻസിപ്പൽ എമൗണ്ടിനെയും പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഡ്യൂറേഷൻ്റെ പീരീഡ് കണ്ടെത്തുക. ദ ലോങ്ങർ ദ ഡ്യൂറേഷൻ ഓഫ് എ ബോണ്ട് ദ ഗ്രേറ്റർ ഇറ്റ്സ് പ്രൈസ് വൊളാറ്റിലിറ്റി. ഒരു ബോണ്ടിന് ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ച് കിട്ടാനുള്ള സമയം കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, പ്രൈസ് വാരിയേഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഡ്യൂറേഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഹൗ എ ബോണ്ട് വിൽ റിയാക്ട് ടു ചേഞ്ചിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്സിന് അനുസരിച്ച് ബോണ്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഡ്യൂറേഷൻ ഉപയോഗിക്കും. അതിന് മോഡിഫൈഡ് ഡ്യൂറേഷനാണ് ആ സാധനം. ദെൻ factors affecting duration of a bond are maturity and coupon rate. രണ്ട് ഫാക്ടേഴ്സാണ് മെയിനായിട്ട് ബോണ്ടിൻ്റെ ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യുക. ഒന്ന് ഒബ്വിയസ്ലി അതിൻ്റെ മെച്യൂരിറ്റി, എത്ര ടൈം പീരീഡ് ഉണ്ട് അതിന് എന്നുള്ളത്. ആൻഡ് ദെൻ ഇറ്റ്സ് കൂപ്പൺ റേറ്റ്, എത്രയാണ് അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ദ ലോങ്ങർ ദ മെച്യൂരിറ്റി ദ ഹയർ ദ ഡ്യൂറേഷൻ ആൻഡ് ദ ഗ്രേറ്റർ ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അപ്പോൾ എത്ര ഈ മെച്യൂരിറ്റി പീരീഡ് എത്ര കണ്ട് കൂടുന്നോ അത്രയും ഡ്യൂറേഷനും കൂടും ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കൂടുതലായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. കൺസിഡർ ടു ബോണ്ട്സ് ദാറ്റ് ഈച്ച് ഈൽഡ് 5% ആൻഡ് കോസ്റ്റ് $1,000 ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മെച്യൂരിറ്റീസ്. ഇങ്ങനെ രണ്ട് ബോണ്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. $1,000 ബോണ്ടാണ്, 5% ആണ് അതിൻ്റെ ഈൽഡ്. അങ്ങനെ നോക്കിയാൽ എ ബോണ്ട് ദറ്റ് മെച്യൂർസ് ഫാസ്റ്റർ സേ ഇൻ 1 year, ഈ ഒരു $1,000 ബോണ്ട് ഒരു വർഷം കൊണ്ട് മെച്യൂർ ആവുന്നതും മറ്റേത് 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ മെച്യൂർ ആവുന്നതാണ് വുഡ് റീപേ ഇറ്റ്സ് ട്രൂ കോസ്റ്റ് ഫാസ്റ്റർ ദാൻ എ ബോണ്ട് ദറ്റ് മെച്യൂർസ് ഇൻ 10 years. അത് ഇത്ര ഒരു വർഷത്തിന് മേലെ എത്ര ആയാലും അതിനേക്കാൾ പെട്ടെന്ന് മെച്യൂർ ആവുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഡ്യൂറേഷൻ കുറവുണ്ടാവാം. കോൺസിക്വൻ്റ്ലി ഷോർട്ടർ ദ maturity of the bond would have a lower duration and less risk. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് കുറവാണെങ്കിൽ ഡ്യൂറേഷനും കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. എ ബോണ്ട്സ് കൂപ്പൺ റേറ്റ് ഇസ് എ കീ ഫാക്ടർ ഇൻ കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ. നമ്മൾ പറഞ്ഞു രണ്ടെണ്ണത്തിൽ ഒന്ന് മെച്യൂരിറ്റിയാണ്. അപ്പോൾ മെച്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് ഡ്യൂറേഷനും കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും കൂടും. അതേപോലെ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് ആണ് അനദർ ഫാക്ടർ ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് 2 bonds that are identical with exception of their coupon rates, the bond with higher coupon rate will pay back its original cost faster than the bond with lower yield. അത് നമുക്ക് എന്താ പറയുക, ലോജിക്കലി കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാലറിയാം. കൂപ്പൺ റേറ്റ് കൂടുതലാണെങ്കിൽ ആ കൂപ്പൺ റേറ്റ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാശ് തിരിച്ചെടുക്കാനാണല്ലോ സാധിക്കുക. അപ്പോൾ if the coupon rate is high, the duration will be lower. With a higher coupon rate will pay back its original cost faster. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഫാസ്റ്റർ ആയിട്ട് ഇതാക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും എന്ന് അർത്ഥം. The higher the coupon rate, the lower the duration and the lower the interest rate risk. അപ്പോൾ ഡ്യൂറേഷനും കുറവായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും കുറവായിരിക്കും. ക്ലിയർ? Now we are moving on to the types of duration. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ 2 ടൈപ്സും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മെക്കുലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡ്യൂറേഷൻ. ഇറ്റ് ഈസ് എ വെയ്റ്റഡ് ആവറേജ് ടൈം അൺടിൽ ഓൾ ബോണ്ട്സ് ക്യാഷ് ഫ്ലോസ് ആർ പെയ്ഡ്. വെയ്റ്റഡ് ആണ്. വെയ്റ്റഡ് ആവറേജ് എന്താണ്? ഒരു ബോണ്ടിൻ്റെ എല്ലാ ക്യാഷ് ഫ്ലോസും പേ ചെയ്യുന്ന ആ പീരീഡ്, അതാണ് മെക്കുലെ ഡ്യൂറേഷൻ. അതാണ് കോൺസെപ്റ്റ് ഓഫ് ഡ്യൂറേഷൻ എന്ന് ഞാൻ പറഞ്ഞ കാര്യം. ബൈ അക്കൗണ്ടിങ് ഫോർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ബോണ്ട് പേയ്മെൻറ്റ്സ്, ദ മെക്കുലെ ഡ്യൂറേഷൻ ഹെൽപ്സ് എൻ ഇൻവെസ്റ്റർ ഇവാലുവേറ്റ് ആൻഡ് കമ്പയർ ബോണ്ട്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ ടേം ഓർ ടൈം ടു മെച്യൂരിറ്റി. ഒരു ബോണ്ട് 5 വർഷത്തെ ബോണ്ടാണോ 10 വർഷത്തെ ബോണ്ടാണോ എന്ന് നോക്കിയിട്ടല്ല, ആ ബോണ്ട് ഒരു ഇൻവെസ്റ്റർ എത്ര എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ചിലവാക്കിയൊരു ബോണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട്, അതായത് പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് എത്ര പീരീഡിനുള്ളിൽ ദ ഇൻവെസ്റ്റർ വിൽ ഗെറ്റ് ബാക്ക് ഹിസ് എമൗണ്ട്. അതിനുശേഷം അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എത്രയോ ആയിക്കോട്ടെ,
പക്ഷേ എത്ര വർഷം എടുക്കും ഇത് കറക്റ്റ് അയാൾ ചിലവാക്കിയ കാശ് തിരിച്ച് കിട്ടാൻ എന്ന് പറയുന്നതിനെയാണ് മെക്കുലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മോഡിഫൈഡ് ഡ്യൂറേഷനാണ്. മോഡിഫൈഡ് ഡ്യൂറേഷൻ മെഷേഴ്സ് the expected change in a bond's price to a percentage change in interest rate. ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഓരോ പെർസെൻറ്റേജ് ചേഞ്ചിനും എത്ര കണ്ട് ബോണ്ടിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരും എന്ന് കണക്കാക്കുന്നതാണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. ആ എക്സ്റ്റെൻഡ് ഓഫ് ചേഞ്ച് മനസ്സിലാക്കാൻ സഹായിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് മാറി, ഓക്കെ, ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത്ര മാറ്റം വന്നു, അത് എങ്ങനെയാണ് നമ്മുടെ ബോണ്ട് പ്രൈസിൽ പ്രതിഫലിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ദ എക്സ്റ്റെൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് യു ക്യാൻ എക്സ്പെക്റ്റ് ഇൻ യുവർ ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നതാണ് മോഡിഫൈഡ് ഡ്യൂറേഷൻ. ഇറ്റ്സ് നോട്ട് മെഷേർഡ് ഇൻ ഇയേഴ്സ്, വർഷങ്ങളിലല്ല. മറ്റേ ഡ്യൂറേഷൻ മെക്കുലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇയേഴ്സ് ഉണ്ടാവുക. ഇപ്പോൾ 3.5 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റീകൂപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് മെക്കുലെ ഡ്യൂറേഷൻ. പക്ഷേ മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇയേഴ്സ്, അത് പേഴ്സണേജ് ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഈ മോഡിഫൈഡ് ഡ്യൂറേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കറിയാം റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ബോണ്ട് പ്രൈസസ് ആർ ലൈക്ലി ടു ഫോൾ while declining interest rate indicates that bond prices are likely to rise. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ മോഡിഫൈഡ് ഡ്യൂറേഷൻ ഉള്ളത്. And in the next video we'll study how to calculate this duration. മെക്കുലെ ഡ്യൂറേഷൻ ആയാലും മോഡിഫൈഡ് ഡ്യൂറേഷൻ ആണെങ്കിലും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുക. Hope these two concepts regarding bond immunization and duration is clear to you. Thank you.